രാമ 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 ഹരേ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ മാതാജി, പ്രണാം മാതാജി. കൃഷ്ണ പ്രണാമം. ലൈവിന് പോവാൻ ചെറിയൊരു താമസം ഉണ്ടായി, അതാണ്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹരേ കൃഷ്ണ. മാതാജി പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണ പാദാൻ സഗണലളിതാ ശ്രീ വിശാഖാന്വിതാംശ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ചേതതാക സ്വാമി ഇതി നാമിനി നമാചാര്യ പാദായ നിതായ കൃപപ്രദായിനെ ദൂരകഥാദാമദായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി ഇതി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. വാഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. സപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ 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 കൃഷ്ണ. ബാംഗ്ലൂരിന്റെ ഷോർട്ട് ഭാഗവത ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തന്മാർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. കൽപതരുദം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരി കൃഷ്ണ. മതേകബന്ധോ മത്സംഗിൻ മദ്ഗുരോ മന്മഹാദന മന്നിഷ്ടാരക മദ്ഭാഗ്യ മദാനന്ദാനമോസ്തുതേ. ഗ്രന്ഥ ശ്രീമദ് ഭാഗവതം കി ജയ. ശ്രീ പ്രഭുപാദ് കി ജയ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 6. ശ്രീല വ്യാസദേവനും നാരദ ബ്രഹ്മർഷിയും തമ്മിലുള്ള സംഭാഷണം. ശ്ലോകം 9. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏകദാ നിർഗതാം ഗോഹാദുപന്ദീം നിശിഗാം പഥി സർപ്പോ ദശത്പഥാ സ്പൃഷ്ടഃ കൃപണാം കാലചൂതിതഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ചൊല്ലാം. അവിടെ ഗോഹാദ് ദുഹന്തീം എന്നാണ് മുറിച്ച് ചൊല്ലുമ്പോ. അത് നേരെ ചൊല്ലുമ്പോ ഗോഹാദ് ദുഹന്തീം എന്ന് ചൊല്ലാം. പക്ഷെ അപ്പൊ നമുക്ക് മുറിക്കാൻ പറ്റില്ല ആ ഒരു ശ്ലോകം.
അങ്ങനെയാണ്. എല്ലാവരും ശ്രദ്ധിച്ചു ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏകദാ നിർഗദാം ഗോഹ ദുഹന്തീം നിശികാം പഥി. ഏകദാ നിർഗതാം ദുഹന്തീം നിശികാം പദി. സർപ്പോ ദശത്പദാ സ്പൃഷ്ടഃ കൃപണാം കാലചൂദിതഃ. ഹരേ കൃഷ്ണ. ഏകദ ഒരിക്കൽ നിർഗതാം ദൂരെ പോയപ്പോൾ ഗോഹാദ് ഗൃഹത്തിൽ നിന്നും ഗേഹാദ് ഗൃഹത്തിൽ നിന്നും ദുഹന്തീം പാല് കറക്കുന്നതിനായി നിശി രാത്രിയിൽ ഗാം ഗോവ് പതി മാർഗമധ്യേ സർപ്പ സർപ്പം ഹതശത് ദംശിച്ചു പാദത്തിൽ സ്പൃഷ്ടഃ അപ്രകാരം ദംശിക്കപ്പെട്ട കൃപണാം പാവം സ്ത്രീ കാലചോദിത പരമമായ കാലത്താൽ സ്വാധീനിക്കപ്പെട്ട്. വർത്തനം ഭാവാർത്ഥം ഇസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് ജി. ഒരിക്കൽ ഒരു രാത്രിയിൽ എന്റെ പാവം മാതാവ് പശുവിനെ കറക്കാനായി പുറത്തിറങ്ങിയപ്പോൾ പരമമായ കാലത്തിന്റെ പ്രഭാവത്താൽ അവരുടെ കാലിൽ സർപ്പദംശനം ഏറ്റു. അപ്പോ നമ്മൾ ഇവിടെ ഈ അധ്യായം 9ാമത്തെ ശ്ലോകയില് ഇവിടെ എന്താ നമ്മൾ കണ്ടത്? നാരദ ബ്രഹ്മർഷി ശില വ്യാസദേവന് ഭാഗവതം രചിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. അതിനുശേഷം വ്യാസദേവൻ നാരദ ബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്, നാരദ ബ്രഹ്മർഷിയുടെ പൂർവ്വജന്മത്തില് ആ കുട്ടിയുടെ കാര്യം വരെ പറഞ്ഞുള്ളൂ അല്ലെ, പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിൽ നിന്നും, അതായത് ആ ഭക്തി വേദാന്തികളിൽ നിന്നും ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം അങ്ങ് എങ്ങനെയാണ് ജീവിച്ചത്, ഈ ഒരു നാരദ ബ്രഹ്മർഷിയുടെ ശരീരത്തിലേക്ക് വരാനുണ്ടായിട്ടുള്ള ആ ഒരു യാത്ര, ആ ഒരു ജീവിത രീതി എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോഴാണ് നാരദ ബ്രഹ്മർഷി വീണ്ടും പറഞ്ഞു നിർത്തിയോടത്തിന് വീണ്ടും തുടർന്നത് അല്ലെ. എനിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ, ഒരു അമ്മയും ഒരു കുട്ടിയും മാത്രം ഉണ്ടാവുമ്പോ എന്താണ് അവിടെ ബന്ധനം അല്ലെ, അമ്മയ്ക്ക് ഞാനും എനിക്ക് അമ്മയും മാത്രം എന്നുള്ള ഒരു ബന്ധനം കൂടുതലുണ്ടാവും. അപ്പൊ അങ്ങനെ സ്നേഹപാശത്താൽ ആ അമ്മ എന്നെ ബന്ധിച്ചു എന്നാണ് നാരദ ബ്രഹ്മർഷി. അതുകൊണ്ട് തന്നെ ഈ ഭക്തി വേദാന്തികളുടെ കൂടെ പോകാൻ ആർക്ക് പറ്റിയിട്ടില്ല? ആ കുട്ടിക്ക് 5 വയസ്സായ കുട്ടിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ആ കുട്ടിക്ക് ഭക്തിയിൽ നല്ല ഉറച്ചു നിന്ന കുട്ടിയായിരുന്നു, നന്നായിട്ട് ഭക്തി ചെയ്യുന്നുണ്ടായിരുന്നു. ആ കുട്ടി 5 വയസ്സേ ആയിട്ടുള്ളൂ എങ്കിൽ കൂടിയും. അപ്പോ അങ്ങനെ സ്വന്തം സ്നേഹപാശത്താൽ അമ്മ ബന്ധിച്ചു. പക്ഷേ അമ്മ എന്തായിരുന്നു അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്? എവിടെയായിരുന്നു ജോലി ചെയ്തത്? ഒക്കെ നമ്മൾ പഠിച്ചു. എവിടെയായിരുന്നു? ഒരു വേദ പഠനശാലയിൽ അല്ലെ, ഒരു ബ്രാഹ്മണന്റെ വേദ പഠനശാലയിലാണ് ആ അമ്മ ദാസി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദാസി ആയതുകൊണ്ട് തന്നെ സ്വന്തം മകനെ നന്നായി പരിപാലിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ അമ്മയ്ക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കാൻ പറ്റിയിരുന്നില്ല എന്ന് പറഞ്ഞു അല്ലെ. അവിടെ എങ്ങനെയാണ് നാരദ ബ്രഹ്മർഷി ഉപമിച്ചത്? ഒരു പരപ്പാവയെ, ഒരു പാവകളിക്കാരൻ നിയന്ത്രിക്കുന്നത് പോലെ ഭഗവാനാൽ നമ്മളൊക്കെ നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അല്ലെ. ഇനി അടുത്തത് പറയാണ്, എന്താണ് ഇവിടെ പറയുന്നത്? ഒരിക്കൽ ഒരു രാത്രിയിൽ എന്റെ പാവം മാതാവ് പശുവിനെ കറക്കാനായി പുറത്തിറങ്ങിയപ്പോൾ പരമമായ കാലത്തിന്റെ പ്രഭാവത്താൽ അവരുടെ കാലിൽ സർപ്പദംശനമേറ്റു. അപ്പൊ ഒരു ദിവസം ആ അമ്മ, അതായത് 5 വയസ്സുകാരനായ ആ കുട്ടിയുടെ അമ്മ രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യാണ് അല്ലെ, ദാസിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ പശുവിനെ കറക്കാൻ പോയ സമയത്ത് ഒരു പാമ്പ് കടിച്ചു, കാലിൽ ഒരു പാമ്പ് കടിച്ചു, സർപ്പദംശനമേറ്റു എന്നാണ് ഇവിടെ പറയുന്നത്. ഭാവാർത്ഥം ഇസി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് ജി. ഭഗവത് സമീപത്തേക്ക് ഒരു ആത്മാർത്ഥതയുള്ള ആത്മാവിനെ വലിച്ചടുപ്പിക്കുന്ന മാർഗമാണിത്. വാത്സല്യനിധിയായ മാതാവ് മാത്രമേ ആ പാവം ബാലനെ സംരക്ഷിക്കാനായി ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ തന്നെയും ഭഗവത് കൃപയിൽ പരിപൂർണമായി അവനെ പ്രതിഷ്ഠിക്കാനായി ഭഗവാന്റെ പരമ ഇച്ഛയാൽ അവന്റെ ജനനി ലോകത്തിൽ നിന്നും മറയ്ക്കപ്പെട്ടു. അപ്പോ നമ്മള് സ്വതവേ നമ്മൾ ഈ ഒരു ഭൗതിക ലോകത്താണെങ്കിൽ നമ്മൾ എന്താ പറയാ, നമ്മൾ ഭക്തിയിൽ വന്നു, അമ്മ മരണപ്പെട്ടു. അപ്പൊ നമ്മൾ എന്താ കാണുന്നത്? നമ്മൾ എന്താ പറയാ, അയ്യോ പാവം, ആ കുട്ടിക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരമ്മയാണ്, അവൻ ഭക്തിയിൽ പോയത് കൊണ്ട് അവനും അമ്മയും ഇല്ലാണ്ടായി, ആ കുട്ടിക്ക് ആരും ഇല്ലാണ്ടായി എന്ന് പറയല്ലേ നമ്മള്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് ശ്രീല പ്രഭുപാദർ നമുക്ക് പറഞ്ഞു തരുന്നത്? ഭഗവത് സമീപത്തേക്ക് ഒരു ആത്മാർത്ഥതയുള്ള ആത്മാവിനെ വലിച്ചടുപ്പിക്കുന്ന മാർഗമാണത്. നമ്മള് ഭാഗവതത്തില് കുന്തി മഹാറാണി പാടുന്നുണ്ട്, ദർശനം. നമ്മുടെ ഭക്തന്മാർക്ക് ഇനിയും ആപത്ത് വന്നാലേ ഭഗവാനെ വിളിക്കുകയാണ് ചെയ്യുക. അല്ലാണ്ട് ഞാൻ ഭഗവാനെ വിളിച്ചത് കൊണ്ടാണ് എനിക്ക് ആപത്ത് വന്നതെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യില്ല ഭക്തന്മാര്. അതുപോലെ തന്നെ കുന്തിമാറാണി വേറൊന്നും കൂടെ പറയുന്നുണ്ട്, നമോ അകിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയേ ആത്മാരാമായ ശാന്തായ കൈവല്യപതയേ നമഃ. അകിഞ്ചന വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്?
ആരും ഇല്ലാത്തവന്റെ സമ്പത്ത്, അതാണ് ഒരു സമ്പത്തും ഇല്ലാത്തവന്റെ പൂർണ്ണമായ സമ്പത്താണ് ഭഗവാൻ. അപ്പൊ ആകെ ഉണ്ടായിരുന്ന ഒരമ്മ, ആ അമ്മയിലാണ് അപ്പോ എന്താണ് സ്നേഹപാശത്താൽ ബന്ധിച്ചു എന്ന് പറഞ്ഞു അല്ലെ. നമ്മൾ ഭഗവത്ഗീത 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ ഭൗതിക ലോകത്തെ ബന്ധബന്ധനങ്ങളെ നമ്മൾ എന്തുകൊണ്ടാണ് മുറിച്ചു കളയണം എന്ന് പറയുന്നത്? അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ അല്ലെ. നമ്മള് എന്താ പറയാ, വിരക്തിയാകുന്ന ആയുധം കൊണ്ട് മുറിച്ചു കളയണം എന്നാണ് പറയുന്നത്. പക്ഷെ ഈ സ്നേഹപാശം അത് നമ്മൾ വിചാരിച്ചാൽ മുറിച്ചു കളയാൻ പറ്റുമോ? നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ? നമ്മുടെ അമ്മയോടുള്ള സ്നേഹം, അച്ഛനോടുള്ള സ്നേഹം, ഭർത്താവിനോടുള്ള സ്നേഹം, മക്കളോടുള്ള സ്നേഹം, ഭാര്യയോടുള്ള സ്നേഹം, ഇതൊന്നും നമുക്ക് വിചാരിച്ചാൽ മുറിച്ചു കളയാൻ പറ്റില്ല. പക്ഷെ ഭഗവാൻ അതിന് ഏർപ്പാട് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോ ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ജീവാത്മാവിനെ തന്നിലേക്ക് വലിച്ചടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനാൽ നിയുക്തമായിട്ട് ചെയ്യുന്നതാണ് ഇതെന്നാണ് പറയുന്നത്. ഇപ്പോ വാത്സല്യനിധിയായ മാതാവ് മാത്രമേ ആ പാവം ബാലനെ സംരക്ഷിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ തന്നെയും ഭഗവത് കൃപയാൽ, ഇവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? ഭഗവാന്റെ ഭക്തി ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പറയും നമ്മള് ഭഗവാൻ എനിക്ക് ദുരിതമാണ് തരുന്നതെന്ന് പറയും അല്ലെ. പക്ഷെ ഇവിടെ പറയുന്നു ഭഗവത് കൃപയാൽ പരിപൂർണമായി അവനെ പ്രതിഷ്ഠിക്കാനായി ഭഗവാന്റെ പരമ ഇച്ഛയാൽ അവന്റെ ജനനി ലോകത്തിൽ നിന്നും മറയ്ക്കപ്പെട്ടു. അപ്പൊ ആ അമ്മ പോയി കഴിഞ്ഞപ്പോ ഇനി ഭഗവാനെ മാത്രമേ ആശ്രയിക്കേണ്ടതായിട്ടുള്ളൂ നാരദ ബ്രഹ്മർഷിയുടെ ആ കുട്ടി, അതായത് പൂർവ്വജന്മത്തിലുള്ള ആ കുട്ടിക്ക്. അങ്ങനെയാണ് നാരദ ബ്രഹ്മർഷി അതിനെ എടുക്കുന്നത്. അത് ഇനി പറയുന്നുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ തഥാ തതഹമീശസ്യ ഭക്താനാം സമഭീപ്സതഃ അനുഗ്രഹം മന്യമാനഃ പ്രാതിഷ്ഠം ദിശമുത്തരാം. എല്ലാവർക്കും ചെല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നമോ ഭഗവതേ വാസുദേവായ. തഥാ തതഹമീശസ്യ ഭക്താനാം സമഭീപ്സതഃ തഥാ തദഹമീശസ്യ ഭക്താനാം സമദീപ്സതഃ അനുഗ്രഹം മന്യമാനഃ പ്രാതിഷ്ഠം ദിശമുത്തരാം. അനുഗ്രഹം മന്യമാന പ്രാതിഷ്ഠാം ദിശമുത്തരാം. തഥാ ആ സമയം, തത് അത്, അഹം ഞാൻ, ഈശസ്യ ഭഗവാന്റെ, ഭക്താനാം ഭക്തരുടെ, ശം കൃപ, അഭീപ്സതഃ ആഗ്രഹിച്ച, അനുഗ്രഹം സവിശേഷ അനുഗ്രഹം, മന്യമാനഃ ഇവിധം ചിന്തിച്ചുകൊണ്ട്, പ്രാതിഷ്ഠം യാത്രയായി, ദിശമുത്തരാം വടക്കേ ദിശയിലേക്ക്. വിവർത്തനം ഭാഗത്ത് ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുവാക്കിച്ച് സദാസു ഭക്തർക്ക് അനുഗ്രഹം മാത്രം കാക്ഷിക്കുന്ന ഭഗവാന്റെ സവിശേഷ കരുണയായി ഇതിനെ സ്വീകരിച്ച ഞാൻ അപ്രകാരം ചിന്തിച്ചുകൊണ്ട് ഉത്തരദിശയിലേക്ക് പ്രണാമം ആരംഭിച്ചു. അപ്പോ നാരദ ബ്രഹ്മർഷി എന്താ ഇവിടെ പറയുന്നത്? ഭഗവാന്റെ സവിശേഷ കരുണയായി ഇതിനെ സ്വീകരിച്ചു എന്ന് തന്നെ പറയുന്നു നാരദ ബ്രഹ്മർഷി അല്ലെ. അപ്പോ ഭക്തന്മാർക്ക് ഇന്നും അനുഗ്രഹം മാത്രം, അവരുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ആളാണ് ആര്? ഭഗവാൻ. പക്ഷെ നമ്മള് ഈ ഭൗതിക ലോകത്ത് ഇങ്ങനെ ഒട്ടി നിന്ന് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ നമ്മൾ എന്താ ചിന്തിക്കുക? അയ്യോ ഭഗവാൻ എനിക്ക് എന്താ ഇങ്ങനെ തരുന്നേ, ഞാൻ ഭക്തിയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഭഗവാൻ എന്താ ഇങ്ങനെ തരുന്നേന്ന് നമ്മൾ ചിന്തിക്കും അല്ലെ. സമൂഹവും അങ്ങനെയാണ് ചിന്തിക്കുക. അവർക്ക് യൂട്രസ് എടുക്കുന്നോണ്ട് ഈ ഗ്യാസ് കയറും, ഗ്യാസിന്റെ ഇത് വരും. ഇപ്പൊ സാധാരണ മനുഷ്യരൊക്കെ എങ്ങനെയാ ചിന്തിക്കാം? നമുക്ക് എന്തെങ്കിലും കഷ്ടം വരുമ്പോ ഭഗവാനെ ജപിച്ചിട്ട് എനിക്ക് എന്തിനാ, അല്ലെങ്കിൽ നാമം ജപിച്ചിട്ട് എനിക്ക് എന്താ ബുദ്ധിമുട്ട് ഇങ്ങനെ വരുന്നത് എന്നാണ് ചിന്തിക്കുക. പക്ഷേ ഭഗവാന്റെ ഭക്തന്മാർ അങ്ങനെയല്ല ചിന്തിക്കാന്ന് മനസ്സിലാക്കേണ്ട നമ്മള്. സദാ സ്വഭക്തർക്ക് അനുഗ്രഹം മാത്രം കാക്ഷിക്കുന്ന ഭഗവാന്റെ സവിശേഷ കരുണയായി ഇതിനെ സ്വീകരിച്ച ഞാൻ അപ്രകാരം ചിന്തിച്ചുകൊണ്ട് ഉത്തരദിശയിലേക്ക് പ്രയാണം ആരംഭിച്ചു. അതുപോലെ ഭഗവത്ഗീതയിലും ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, അർജുന പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തന്മാർക്ക് ഒരിക്കലും നാശം സംഭവിക്കില്ല എന്ന് അർജുന നീ ഉറക്കെ പ്രഖ്യാപിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഭഗവാന്റെ ഭക്തന്മാർക്ക് ഭഗവാൻ എന്നും നന്മ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ ഇങ്ങനെ അമ്മ മരിച്ചപ്പോ അതിനെ ഭഗവാന്റെ കരുണയായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരദിശയിലേക്ക് ആ വീട് വിട്ടിറങ്ങി ആ കുട്ടി എന്നാണ് പറയുന്നത്. 5 വയസ്സുള്ള കുട്ടി വീട് വിട്ടിറങ്ങി ഇങ്ങോട്ട് പോയി, ഉത്തരദിശയിലേക്ക്, വടക്ക് ഭാഗത്തേക്ക് അല്ലെ, വടക്കേ ദിശയിലേക്ക്. ഉത്തരദിശ പറയുമ്പോ വടക്ക് ദിശയിലേക്ക് പ്രയാണം ആരംഭിച്ചു, യാത്രയായി. വീട്ടിലിരുന്നില്ല. പിന്നെ ദാസീപുത്രനായതുകൊണ്ട് സ്വന്തമായി വീടൊന്നുമില്ല അല്ലെ. അപ്പൊ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ നാരദ ബ്രഹ്മർഷി ആരായി? ആരും ഇല്ലാത്ത ആളായി. അപ്പൊ അവൾ വീട് വിട്ടിറങ്ങി ഉത്തരഭാഗത്തേക്ക്, വടക്ക് ഭാഗത്തേക്ക് നോക്കി യാത്രയായി. വർത്തമേസി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് ചെയ്യും. ഭഗവാന്റെ വിശ്വസ്ത ഭക്തർ ഓരോ കാൽവെപ്പിലും ഭഗവാന്റെ അനുഗ്രഹ ആദേശങ്ങൾ ദർശിക്കുന്നു. ലൗകികമായ അർത്ഥത്തിൽ വിഷമകരമായി തോന്നുന്ന സന്ദർഭങ്ങളെയും അവർ ഭഗവാന്റെ സവിശേഷ കൃപയായി അംഗീകരിക്കുന്നു.
ലൗകിക അഭിവൃദ്ധി ഒരു തരത്തിലുള്ള ഭൗതിക ജ്വരമാകുന്നു. ഭഗവത് കൃപയാൽ ഈ ഭൗതിക ജ്വരത്തിന്റെ താപം ക്രമേണ ശമിക്കുകയും ആത്മീയ ആരോഗ്യം പടിപടിയായി കരസ്ഥമാവുകയും ചെയ്യുന്നു. ലൗകികരായ ജനങ്ങൾ ഇതിനെ തെറ്റിദ്ധരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരുന്നത്? നമ്മുടെ ഓരോ കാൽവെപ്പിലും നമ്മൾ എന്ത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുകയാണെങ്കിലും അതൊക്കെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ലൗകികമായ അർത്ഥത്തിൽ വിഷമകരമായി തോന്നുന്ന സന്ദർഭങ്ങളെയും അവർ ഭഗവാന്റെ സവിശേഷ കൃപയായി അംഗീകരിക്കുന്നു. അപ്പൊ നമുക്ക് ഫോർ ദ ടൈം ബീയിങ് കറന്റ് ആയിട്ട്, അതായത് ഭഗവാന്റെ ഭക്തി ചെയ്യുമ്പോൾ അങ്ങനെ പെട്ടെന്ന് തുടക്കക്കാർക്കൊന്നും ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വരില്ല കേട്ടോ. പക്ഷെ ഭക്തിയിൽ ഉറച്ചു കഴിഞ്ഞിട്ടുള്ള ഭക്തന്മാർക്ക് ഇതുപോലെയുള്ള പ്രോബ്ലംസ്. നമുക്ക് ശില പ്രഭുപാദരുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം ശില പ്രഭുപാദരുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഓരോരോ കാര്യങ്ങള്. അത് ഭക്തന്മാർക്ക് എങ്ങനെ തന്നെയാണ് പറയുന്നത്. നമ്മൾ ചൗരാഷ്ടകം വായിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അതിൽ പറയുന്നുണ്ട് തന്റെ ഭക്തനെ ഭിക്ഷാന്തേഹിയാക്കി മാറ്റും, ആശ്രയിക്കാൻ ആരും ഇല്ലാത്തവരാക്കി മാറ്റും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതിൽ. അപ്പൊ ഭഗവാന്റെ ഭക്തന്മാരോട് ഭഗവാൻ കാണിക്കുന്ന സവിശേഷ അനുകമ്പയാണത്. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് സ്വമേധയാ ഈ ഭൗതികമായിട്ടുള്ള ഒരു ബന്ധബന്ധനങ്ങളെയും മുറിച്ച് കളയാൻ പറ്റുന്ന വിരക്തി ഉണ്ടാവില്ല. പിന്നെ ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ ഭഗവാന്റെ കരുണയാലാണ് അത് കിട്ടുന്നത്. അപ്പൊ അത് ചെറിയ ചെറിയ പ്രോബ്ലംസ് ആയിട്ടായിരിക്കും നമുക്ക് മനസ്സിലാവുക. പക്ഷെ അതിന്റെ ഓൺഗോയിങ്ങിൽ അത് കുറച്ച് മുമ്പോട്ട് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഭഗവാൻ കാണിച്ച കാരുണ്യമാണ്. കാരണം അങ്ങനെയുള്ളവർ ഭഗവാനെ മാത്രമാണ് ആശ്രയിക്കുക. അതാണ് അതിന്റെ ഒരു പ്രത്യേകതയും, ഭഗവാന്റെ ഭക്തിയിൽ ഉറച്ചിട്ടുള്ളവര്. ലൗകിക അഭിവൃദ്ധി ഒരു തരത്തിലുള്ള ഭൗതിക ജ്വരമാകുന്നു. അതായത് ഒരു അസുഖം. ജ്വരം എന്ന് പറഞ്ഞാൽ എന്താണ്? അസുഖമാണ്. അപ്പൊ ഭൗതികമായ അഭിവൃദ്ധി ഒരു അസുഖമാണെന്നാണ് ഇവിടെ പറയുന്നത്. ഒരു തരത്തിലുള്ള ഒരു ഭൗതിക ജ്വരമാകുന്നു. ഭഗവത് കൃപയാൽ ഈ ഭൗതിക ജ്വരത്തിന്റെ താപം ക്രമേണ ശമിക്കുകയും ആത്മീയ ആരോഗ്യം പടിപടിയായി കരസ്ഥമാവുകയും ചെയ്യുന്നു. അപ്പോ ഭഗവാന്റെ കരുണ കൊണ്ട് ഈ ഭൗതികമായിട്ടുള്ള ഈ ജ്വരം അത് കുറേശ്ശെയായിട്ട് ശമിച്ച് നമ്മൾ ആധ്യാത്മികമായിട്ട് പുരോഗതി പ്രാപിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ലൗകികരായ ജനങ്ങൾ ഇതിനെ തെറ്റിദ്ധരിക്കുന്നു. അപ്പൊ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ ഭൗതിക ലോകത്തെ ഭൗതികമായ ആഗ്രഹങ്ങളോടുകൂടി മാത്രം ജീവിക്കുന്ന ആളുകൾ പറയുമ്പോൾ എന്താ പറയാ? 5 വയസ്സായ ആ കുട്ടി ഭക്തി ചെയ്യാൻ തുടങ്ങി, ആ കുട്ടിക്ക് ആകെയുള്ള അമ്മയും മരിച്ചുപോയി എന്ന് പറയും അല്ലെ. അതും എങ്ങനെയുള്ള മരണമാണ്? സർപ്പദംശനമാണ്, മഹാപാപമാണ്. ഒരുപാട് തെറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ വന്നതെന്ന് ഇന്നത്തെ സമൂഹം നമ്മളോട് പറയും. പക്ഷെ ഇവിടെ ഭഗവാന്റെ കരുണയായിട്ടാണ് നാരദ ബ്രഹ്മർഷി എടുത്തിട്ടുള്ളത്. ഓം നമോ ഭഗവതേ വാസുദേവായ സ്പീതാൻ ജനപദാം തത്ര പുരഗ്രാമ വ്രജാകരാൻ ഒരു പ്രാവശ്യം ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്പീതാൻ ജനപദാം തത്ര പുരഗ്രാമ വ്രജാകരാൻ. ഖേടഗർവടവാടീശ വനാന്യുപവനാനി ച. കൃഷ്ണ. സ്പീതാൻ വളരെ അഭിവൃദ്ധിപ്പെടുന്ന, ജനപദാൻ നഗരങ്ങൾ, തത്ര അവിടെ, പുര പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ, വ്രജ മൃഗങ്ങളെ വളർത്തുന്ന വിപുലമായ സ്ഥലങ്ങൾ, ആകരാൻ ഖനികൾ, ഖേദ കൃഷിനിലങ്ങൾ, കർവട താഴ്വരകൾ, വാടി തോട്ടങ്ങൾ, ച വനാനി വനങ്ങൾ, ഉപവനങ്ങൾ, ച വർത്തനം ഭാവാർത്ഥം എസി ഭക്തി വേദാന്ത സ്വാമി ശ്രീ പ്രഭുപാദ് കി ജയ്. പ്രയാണമാർഗെ ഞാൻ നിരവധി അഭിവൃദ്ധി പ്രാപിക്കുന്ന നഗരങ്ങൾ, പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ, മൃഗങ്ങളെ വളർത്തുന്ന സ്ഥലങ്ങൾ, ഖനികൾ, കൃഷിനിലങ്ങൾ, താഴ്വാരങ്ങൾ, പൂന്തോട്ടങ്ങൾ, വനങ്ങൾ, ഉപവനങ്ങൾ എന്നിവയെ കടന്നു ചെന്നു. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു സ്റ്റോറി ഇത് പറയുന്നത് നാരദ ബ്രഹ്മർഷിയുടെ പൂർവ്വജന്മത്തിലുള്ള ഈ സ്റ്റോറി പറയുന്നത് വ്യാസദേവൻ ആദ്യം പറഞ്ഞു അല്ലെ, എങ്ങനെയാണ് താങ്കൾക്ക് ഒരു കൽപ്പം പഴകിയ, അതായത് ഒരു കൽപ്പം എന്ന് പറഞ്ഞാൽ 1000 ചതുർയുഗങ്ങളാണ് അല്ലെ. ഈ 1000 ചതുർയുഗങ്ങൾക്ക് മുൻപേ നടന്ന കാര്യം എങ്ങനെയാണ് അങ്ങേക്ക് ഓർമ്മ വരുന്നത് എന്ന് ചോദിക്കേണ്ടേ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് എപ്പോഴാണ്? 1000 ചതുർയുഗങ്ങൾക്ക് മുൻപാണ് അല്ലെ. ആ സമയത്താണ് ഈ പറയുന്ന പോലെ അഭിവൃദ്ധി പ്രാപിക്കുന്ന നഗരങ്ങൾ കണ്ടു എന്ന് പറയുന്നു. ഈ യാത്രയിൽ ഉത്തര ദിശയിലേക്ക് പോയപ്പോ നാരദ ബ്രഹ്മർഷി കടന്നുപോയ വഴികളാണ് ഈ പറയുന്നത്. പ്രയാണമാർഗെ ഞാൻ നിരവധി അഭിവൃദ്ധി പ്രാപിക്കുന്ന നഗരങ്ങൾ കണ്ടു, പട്ടണങ്ങൾ കണ്ടു, ഗ്രാമങ്ങൾ കണ്ടു, അതുപോലെ മൃഗങ്ങളെ വളർത്തുന്ന സ്ഥലങ്ങൾ. പക്ഷെ നമ്മൾ ഇന്നത്തെ കാലത്ത് സയൻസ് പഠിക്കുന്നവർ എന്താ പറഞ്ഞു തരുന്നത്? 2000 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ മനുഷ്യരേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു തരും അല്ലെ. കുരങ്ങന്മാര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിൽ നിന്നും നമ്മൾ രൂപാന്തരം പ്രാപിച്ച് മനുഷ്യരായി വന്നതാണ്
വലിയ ദിനോസർ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ ഫോസിൽ പിടിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അല്ലെ. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്, ആയിരം യുഗങ്ങൾക്ക് മുമ്പ് അല്ലെ, 1000 ചതുർയുഗങ്ങൾക്ക് മുൻപ് എന്തൊക്കെ ഉണ്ടായിരുന്നു അവിടെ എന്നാ പറയുന്നത്? നഗരങ്ങൾ ഉണ്ടായിരുന്നു, പട്ടണങ്ങൾ ഉണ്ടായിരുന്നു, ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു, മൃഗങ്ങളൊക്കെ വളർത്തുന്ന സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, ഖനികള്, കൃഷിനിലങ്ങള്, താഴ്വാരങ്ങള്, പൂന്തോട്ടങ്ങള്, വനങ്ങൾ, ഉപവനങ്ങൾ, ഇവയൊക്കെ കടന്നു ചെന്നു എന്നാണ് നാരദ ബ്രഹ്മർഷി പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ഈ കാണുന്നത് പോലെയൊക്കെ അന്നും ഉണ്ടായിരുന്നു അല്ലെ. ഇന്ന് പുതിയതായിട്ട് ഉണ്ടായതൊന്നും അല്ല ഈ കാണുന്നതൊന്നും. പക്ഷെ എന്ത് സംഭവിക്കുന്നുണ്ടാവും? ഭഗവാൻ പറയുന്നുണ്ട്, പ്രളയം സംഭവിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ കാണുന്നതൊക്കെ ചിലപ്പോൾ താൽക്കാലത്തേക്ക് വാനിഷ് ആയി പോയി വീണ്ടും റീക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടാവാം. പക്ഷെ ഇതൊന്നും ആരാൽ നിർമ്മിക്കപ്പെടുന്നതല്ല, ഇങ്ങനെ രൂപാന്തരം പ്രാപിച്ചൊന്നും ഉണ്ടാവുന്നതല്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. പണ്ടും ഇവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ശ്രീമദ് ഭാഗവതം വായിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും. പക്ഷെ കുറെ കാലം നമ്മള് ഈ സയൻസ് ഒക്കെ പഠിക്കാൻ വേസ്റ്റ് ചെയ്തു എന്ന് തോന്നിപ്പോകും അല്ലെ. ഭാവാർത്ഥം ബേസി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. കൃഷി, ഖനനം, മൃഗപരിപാലനം, വ്യവസായം, ഉദ്യാന പാലനം തുടങ്ങിയവയിലൊക്കെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴുള്ള അതേ തോതിൽ വർത്തമാന സൃഷ്ടിക്ക് മുമ്പ് തന്നെ നിലവിലുണ്ടായിരുന്നു. മാത്രവുമല്ല പുനർസൃഷ്ടിയിലും ഇതേ പ്രവർത്തനങ്ങൾ ഇതേപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. അനേക കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം പ്രകൃതി നിയമത്താൽ ഒരു സൃഷ്ടി ഉണ്ടാകുന്നു. പ്രായോഗികമായി ഇതേ പ്രകാരത്തിൽ പ്രപഞ്ച ചരിത്രം ആവർത്തിക്കപ്പെടുന്നു. ജീവിതത്തിന്റെ മർമ്മപ്രധാനമായ ആവശ്യകതകളെ അന്വേഷിക്കാതെ ലൗകികവാദികൾ പുരാവസ്തു ഖനനങ്ങളിൽ സമയം പാഴാക്കുന്നു. ആത്മീയ ജീവിതത്തിൽ പ്രചോദിതനായ ശേഷം ശ്രീ നാരദമുനി വെറും ഒരു ബാലകനായിരുന്നിട്ട് പോലും പട്ടണങ്ങളും ഗ്രാമങ്ങളും ഖനികളും വ്യവസായശാലകളും ഒക്കെ കടന്നു ചെന്നു എങ്കിൽ തന്നെയും സാമ്പത്തിക പുരോഗതിക്കായി ഒറ്റ നിമിഷം പോലും പാഴാക്കിയില്ല. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെ. ഇതൊക്കെ എന്താണ്? പണ്ടേ ഉണ്ടായിരുന്നു ഈ കൃഷി, പിന്നെ ഖനനം, മൃഗപരിപാലനം, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നമ്മൾ ഇവിടെ ഭൗതികമായിട്ടുള്ള വെൽബീയിങ് അല്ലെ, ഇവിടുത്തെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സമ്പത്ത് വർദ്ധിക്കാൻ, നമ്മുടെ സുഖസൗകര്യങ്ങൾ വർദ്ധിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മളത് ചെയ്യുന്നത്. അതൊക്കെ പ്രകൃതി നിയമത്താൽ സൃഷ്ടിക്കുകയും പിന്നെ ഇല്ലാതെയാവുകയും വേണ്ടി പുനഃസൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്നിവിടെ പറഞ്ഞു തരുന്നു. പക്ഷേ നാരദ ബ്രഹ്മർഷി ഇതിലൊന്നും ആകൃഷ്ടനായില്ല. സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നിമിഷം പോലും 5 വയസ്സായിരുന്ന കുട്ടിയായിട്ട് പോലും ചെയ്തില്ല. എന്റെ അമ്മ ദാസിയായിരുന്നു, അപ്പൊ ഇവിടെ ഇത്രയൊക്കെ സുഖസൗകര്യങ്ങൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അതിലൊന്നും ആകൃഷ്ടനായില്ല ആര്? നാരദ ബ്രഹ്മർഷി. ആത്മീയ ജീവിതത്തിൽ പ്രചോദിതനായ ശേഷം ശ്രീ നാരദമുനി വെറും ഒരു ബാലകനായിരുന്നിട്ട് പോലും പട്ടണങ്ങളും ഗ്രാമങ്ങളും ഖനികളും വ്യവസായശാലകളും ഒക്കെ കടന്നു ചെന്നു എങ്കിൽ തന്നെയും സാമ്പത്തിക പുരോഗതിക്കായി ഒറ്റ നിമിഷം പോലും പാഴാക്കിയില്ല. പുരോഗമനപരമായ ആത്മീയ വിമോചനത്തിലേക്ക് അദ്ദേഹം അവിരാമം തുടർന്നു ചെന്നു. അതായത് ആത്മീയമായ പുരോഗതിക്ക് വേണ്ടി മാത്രമാണ് ആരാഗ്രഹിച്ചത്? നാരദ ബ്രഹ്മർഷി. ആ ഒരു പാതയിൽ തന്നെ അടിയുറച്ച് നടക്കുകയാണ് ഉണ്ടായത് നാരദ ബ്രഹ്മർഷിയുടെ ആ പൂർവ്വജന്മത്തിലുള്ള കുട്ടി. പല കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ചരിത്ര ആവർത്തനമാണ് ശ്രീമദ് ഭാഗവതം. ഇതിനു മുൻപ് പ്രസ്താവിച്ചതുപോലെ ഈ അതീന്ദ്രിയ സാഹിത്യത്തിൽ ചരിത്രത്തിലെ അതീവ പ്രാധാന്യമുള്ള സംഭവങ്ങളെ മാത്രമേ ശേഖരിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇവിടെ നാരദ ബ്രഹ്മർഷിയുടെ ഈ ഒരു ഇതിനെപ്പറ്റി എന്തിനാണ് പറയുന്നത്? നമ്മൾ ശ്രീമദ് ഭാഗവതമാണ്, ഭഗവാനെ സംബന്ധിക്കുന്ന ശാസ്ത്രമാണ് ഇതല്ലേ. ഇതിൽ എന്തിനാണ് ഈ പഴയ കാര്യമൊക്കെ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇതിൽ വ്യക്തമായി പറയാണ്, ഈ അതീന്ദ്രിയ സാഹിത്യത്തിൽ ചരിത്രത്തിലെ അതീവ പ്രാധാന്യമുള്ള സംഭവങ്ങളെ മാത്രമേ ശേഖരിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ എന്തിനാണ് ഇത് നമ്മൾ പഠിക്കുന്നത്? നമ്മൾ ആദ്യത്തെ ചോദ്യം ഉണ്ട്, പരീക്ഷിത് മഹാരാജാവിന്റെ ചോദ്യം, എല്ലാ ജനങ്ങൾക്കും നന്മ വരുന്നത് എന്താണ്? അപ്പൊ ഈ നാരദ ബ്രഹ്മർഷിയുടെ ഈ കഥകൾ കേൾക്കുന്നത് കൊണ്ട് തന്നെ, ഭഗവാന്റെ ശുദ്ധഭക്തനാണെന്ന് അദ്ദേഹത്തിന്റെ കഥ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതീന്ദ്രിയ ആനന്ദം കിട്ടും. മാത്രമല്ല നമുക്ക് ഭഗവാന്റെ ഭക്തിയിൽ ഉറച്ചു നിൽക്കാനും സാധിക്കുകയും ചെയ്യാം, ഭക്തന്മാരായി മാറാനും സാധിക്കും. അതുപോലെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഭക്തിയിൽ പുരോഗമിക്കാൻ സാധിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഒരിക്കലും നമുക്ക് ചില നാരദ ബ്രഹ്മർഷിയെ പോലെയുള്ള ഒരു ആചാര്യനെ നമുക്ക് അനുകരിക്കാൻ പറ്റില്ല. അദ്ദേഹം പോയതുപോലെ 5 വയസ്സായ ഒരു കുട്ടിയായി നമുക്ക് ഇറങ്ങി പോകാൻ നമുക്ക് പറ്റില്ല. പക്ഷെ അദ്ദേഹം പുരോഗമിച്ച ആ മാർഗങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നമുക്ക് പുരോഗമിക്കാൻ ശ്രമിക്കാം. അതിന് നമുക്ക് സാധിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. ചിത്രധാതു വിചിത്രാദി ഭുജദ്രുമാൻ ജലാശയാൻ ശിവജലാൻ നളിനീസുരസേവിതാഃ ചിത്രസ്വനൈ പത്രരഥൈഃ വിപ്രമദ്ഭ്രമരശ്രിയഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ ചിത്രധാതു വിചിത്രാദീൻ ഇവ ഭഗ്നഭുജദ്രുമാൻ ജലാശയാൻ ജീവജലാൻ നളിനീസുരസേവിതാഃ ചിത്രസ്വനൈ പത്രരഥൈഃ വിഭ്രമദ്ഭ്രമരശ്രിയഃ ചിത്രധാതു സ്വർണം വെള്ളി. ചിത്രധാതു സ്വർണം വെള്ളി ചെമ്പ് പോലെയുള്ള മൂല്യമുള്ള ധാതുക്കൾ. വിചിത്ര വൈവിധ്യപൂർണമായ അഗ്നി കുന്നുകളും പർവ്വതങ്ങളും. ഇവ ഭഗ്ന അതികായരായ ഗജങ്ങളാൽ തകർക്കപ്പെട്ട ഭുജ ശാഖകൾ ദ്രുമാൻ വൃക്ഷങ്ങൾ. ജലാശയാൻ ശിവ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന. ജലാൻ ജലസംഭരണികൾ. നളിനീ താമരപ്പൂക്കൾ. സുരസേവിതാഹ സ്വർഗവാസികൾ അഭിലഷിക്കുന്ന. ചിത്രസ്വനൈഹി ഹൃദയത്തെ രമിപ്പിക്കുന്ന. പത്രരഥൈഹി പക്ഷികളാൽ. വിഭ്രമത് അമ്പരിപ്പിക്കുന്ന. ഭ്രമശ്രിയ ഭ്രമരങ്ങളാൽ അലങ്കരിക്കപ്പെട്ട. വർത്തനം ഭാവാർത്ഥം എസി ഭക്തി വേദാന്ത സ്വാമി ശ്രീ പ്രഭുപാദ് കി ജയ്. സ്വർണം വെള്ളി ചെമ്പ് മുതലായ വിവിധ ധാതുക്കളാൽ സമ്പൂർണങ്ങളായ ഖനികളുള്ള മലകളിലൂടെയും പർവ്വതങ്ങളിലൂടെയും സ്വർഗവാസികൾക്ക് അനുയോജ്യമായതും ആലാപനം ചെയ്യുന്ന പക്ഷികളാലും വിഹ്വലരായ ഭ്രമരങ്ങളാലും അലങ്കൃതമായതുമായ മനോഹരമായ താമരപ്പൂക്കളാൽ സമൃദ്ധമായ ജലാശയ സമ്പൂർണമായ ഭൂപ്രദേശങ്ങളിലൂടെയും ഞാൻ സഞ്ചരിച്ചു. അപ്പോ നാരദ ബ്രഹ്മർഷി ഉത്തര ദിക്കിലേക്ക് പോയി എന്നാണ്, പ്രയാണം ചെയ്തു എന്നാണ് പറയുന്നത് അല്ലെ. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് നാരദ ബ്രഹ്മർഷി ചെയ്തത്. അതായത് നാരദ ബ്രഹ്മർഷി അല്ല, അദ്ദേഹത്തിന്റെ പൂർവ്വജന്മത്തിലുള്ള ആ കുട്ടി. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുമ്പോ സ്വർണം വെള്ളി ചെമ്പ് ഇങ്ങനെയൊക്കെയുള്ള ഖനികളൊക്കെയുള്ള മലകളും പർവ്വതങ്ങളുടെയും ഒക്കെ നടുവിലൂടെ പോയി എന്നാണ് പറയുന്നത്. സ്വർഗവാസികൾക്ക് അനുയോജ്യമായതും, അതായത് സ്വർഗവാസികൾ അത്രയും സുന്ദരമാണ് അല്ലെ. ഭൂമിയിലുള്ള നമ്മള് പിക്നിക്കിന് പോകും അല്ലെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പൂന്തോട്ടം ഇതുപോലെയുള്ള എന്താ പറയാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ഒക്കെ കാണുമ്പോൾ നമുക്കൊക്കെ ഓരോ തവണ പിക്നിക്കിന് പോകാൻ വലിയ ഇഷ്ടമാണ് അല്ലെ. അപ്പൊ ഇത് സ്വർഗത്തിലുള്ള ആളുകൾക്ക് അത്രയും അനുയോജ്യമായിട്ടുള്ള തരത്തിലുള്ള താമര പൊയ്കയും അതുപോലെ എന്താ പറയാ വളരെ സുന്ദരമായ പ്രദേശങ്ങളിലൂടെയൊക്കെ ആ കുട്ടി സഞ്ചരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഇതിലൊന്നും ആർക്കും ആകർഷണം തോന്നിയില്ല, എവിടെയും സ്റ്റേ ചെയ്തില്ല. ആര്? നാരദ ബ്രഹ്മർഷി. ഇതൊക്കെ ഇങ്ങനെ കണ്ട് വിട്ടുപോയി. പക്ഷെ തന്റെ ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്ന കുട്ടിയായിരുന്നു. അപ്പോ ആ കുട്ടി എന്ന് പറയുന്നത് നാരദ ബ്രഹ്മർഷിയുടെ പൂർവ്വജന്മത്തിലുള്ള ആ കുട്ടി അമ്മ മരിച്ചതിന് ശേഷം എന്തൊക്കെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധി ഉള്ളതാകട്ടെ, കണ്ണുകൾക്ക് സുന്ദരമായ കാഴ്ചകൾ ഉള്ളതാവട്ടെ അല്ലെ, ഏതൊരു കാര്യത്തിലൂടെയും ഒന്നിലും ആകർഷിതനാവാതെ തന്റെ യാത്ര ഭക്തിയിൽ തന്നെ നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കേണ്ടായി എന്നാണ് പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. നളവേണു ശരസ്തൻവ. ഇത് ഈ ശ്ലോകം മാത്രം ചൊല്ലും. ഓം നമോ ഭഗവതേ വാസുദേവായ. നളവേണു ശരസ്തൻവ കുശകീച ജഗത്വരം. ഏവാദിയാദോഹം അദ്രാക്ഷം വിപിനം മഹത്. ഘോരം പ്രതിഭയാകാരം വ്യാളോലൂക ശിവാചിരം. എല്ലാവർക്കും ഒരു പ്രാവശ്യം ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നളവേണു ശരസ്തൻവ കുശകീച ഗഹ്വരം. ഏക ഏവാദിയാദോഹം അദ്രാക്ഷം വിപിനം മഹത്. ഘോരം പ്രതിഭയാകാരം വ്യാളോലൂക ശിവാചിരം. ഹരേ കൃഷ്ണ. നള ഓടപ്പുല്ല്, വേണു ഉള, ശര ഈറ്റ, തൻപ നിറഞ്ഞ, കുശ കൂർത്ത പുല്ല്, കീചക കാട്ടുചെടികൾ, ഗഹ്വരം ഗുഹകൾ, ഏകഹ ഏകനായി, ഏവ മാത്രം, അതിയാതഹ സഞ്ചരിക്കാൻ പ്രയാസമുള്ള, അഹം ഞാൻ, അദ്രാക്ഷം സന്ദർശിച്ചു,
വിപിനം കൊടും വനങ്ങൾ, മഹത്തായ ഘോരം ഭയാനകമായ, പ്രതിഭയ ആകാരം ആപത്കരമായി, വ്യാള സർപ്പങ്ങൾ, ഉലൂക മൂങ്ങകൾ, ശിവ കുറുക്കന്മാർ, അജിരം വിഹാര കേന്ദ്രങ്ങൾ. വർത്തനം ഭാവാർത്ഥം എസി ഭക്തിവേദാന്ത സംശ്ല പ്രഭുപാക്കിച്ചേ. അനന്തരം മുളങ്കൂട്ടങ്ങൾ, ഈറ്റകൾ, ഓടപ്പുല്ല്, കുശപ്പുല്ല്, കാട്ടുചെടികൾ, ഗുഹകൾ എന്നിവയാൽ സമൃദ്ധമായതും ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ഏറെ പ്രയാസമേറിയതുമായ നിരവധി വനങ്ങളിലൂടെ ഏകനായി ഞാൻ സഞ്ചരിച്ചു. സർപ്പങ്ങളുടെയും മൂങ്ങകളുടെയും കുറുക്കന്മാരുടെയും വിഹാര കേന്ദ്രമായ അഗാധവും അന്ധകാരപൂർണവും ആപൽക്കരമാംവിധം ഭയാനകവുമായ വനങ്ങളും ഞാൻ സന്ദർശിച്ചു. അപ്പോ ഈ പറഞ്ഞ സുന്ദരമായ സ്ഥലങ്ങളിലൂടെ മാത്രമല്ല ആ കുട്ടി സഞ്ചരിച്ചത്, പിന്നെ എവിടെ കൂടെ സഞ്ചരിച്ചു? കുറെ മുളകള് അല്ലെ, ഈച്ചകള്, ഓടപ്പുല്ല്, കുശപ്പുല്ല്, കാട്ടുചെടികള്, ഗുഹകള്, അങ്ങനെ നമുക്ക് പേടിപ്പെടുത്തുന്ന എന്താ പറയാ വലിയ കൊടും കാടിലൂടെയും സഞ്ചരിച്ചു നാരദ ബ്രഹ്മർഷി എന്നാണ് പറയുന്നത്. അഗാധവും അന്ധകാരപൂർണവും, അതായത് അത്രയും നിബിഡമായ വനമാവുമ്പോ അവിടെ എന്തുണ്ടാവില്ല? സൂര്യപ്രകാശം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടെ അന്ധകാരമായിരിക്കും ഉണ്ടാവുക. അന്ധകാരവും ആപൽക്കരവുമായ ഭയാനകങ്ങളുമായ വനങ്ങളിലൂടെ ഞാൻ സന്ദർശിച്ചു എന്നാണ് ഇവിടെ നാരദ ബ്രഹ്മർഷി പറയുന്നത്. ആവർത്തി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം, ഇതായിരിക്കും നല്ലത്. സമയമായി. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ആനന്ദകോടി വൈഷ്ണവവൃന്ദ की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, नित्याय गौर प्रेमानंदे। हरि हरि बोल। हरे कृष्णा। सर्वं श्री कृष्ण। ഹരേ കൃഷ്ണ. പ്രണാമം ഹരേ മാതാജി. കൃഷ്ണ മാതാജി.